ജഗർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ദ്രൻസും ജോമോനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആശാൻ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഇതാണ് പടം. വാവ്, എന്താ പറയുക, സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ട്രാക്കുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ട്. ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രൻസും ജോമോൻ ജ്യോതിറും ആണ് ഇതിലെ പ്രധാന നായകന്മാർ. ടൈറ്റിൽ റോള് ഇന്ദ്രൻസ്. ഇവരിലൂടെയാണ് ഭൂരിപക്ഷം സിനിമയും കടന്നു പോകുന്നത്. സോ ഇവരുടെ പെർഫോമൻസ് സ്ക്രിപ്റ്റിനൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ പടം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സിനിമയുടെ ആ ഒരു ഒഴുക്ക് പോകുന്നത്. ഓക്കെ, അതിൽ 100% നീതി പുലർത്താൻ രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇനിയും സംവിധായകന്മാർ യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇയാളുടെ കയ്യിൽ ഇനിയും ഉണ്ട് കുറേ സംഭവങ്ങൾ. നമ്മളെ ഈ സിനിമയോടൊപ്പം ഒരുപാട് കണക്റ്റ് ചെയ്ത് നിർത്താൻ ഇവർ രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ മ്യൂസിക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഹിറ്റാണ്. കുഞ്ഞിക്കവിൾ മേഘമേ, ആ സാധനം അത് ഭയങ്കര സാധനമാണ്. അത് നമ്മുടെ ഉള്ളിലത്തെ ഫീലിങ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ ഈ സോങ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പല സീനുകളും നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നതായിട്ടുള്ള സീനുകളാണ്. അതിന് കാരണം ഈ മ്യൂസിക്കാണ്. ഇപ്പോൾ അമ്പിളി സിനിമ, അതിൻ്റെ ക്ലൈമാക്സിൽ സൗബിനും ബിനു പപ്പും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് അവിടെ ഒരു സോങ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ തന്നെ, ജോൺ പോൾ തന്നെയാണ് അതിൻ്റെ സംവിധായകൻ. ഒരു സോങ് ഇവിടെ അങ്ങനെ പ്ലേസ് ചെയ്താലാണ് ആൾക്കാർക്ക് വർക്കാവാന്നുള്ളത് ആൾക്ക് കൃത്യമായിട്ട് അറിയാൻ. അത് ആ കൃത്യമായിട്ടുള്ള ലെവലിലെ ആൾ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യും. അതാണ് ആ പടത്തിലേക്ക് ആ പടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻഗേജിങ് ആക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ നോക്കിയിട്ട് തന്നെയില്ല, പക്ഷെ നമ്മൾ കണ്ടിരുന്ന അത്രയും സമയം പോയത് അറിയില്ല. നമ്മൾ മാക്സിമം അതിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥയാണ്. പിന്നെ ഇന്ദ്രൻസിൻ്റെയും ജോമോൻ്റെയും പെർഫോമൻസ്. ജോമോൻ ജ്യോതിറിലൂടെയാണ് പടം തുടങ്ങുന്നത്. അവൻ സിനിമാക്കാരനാകാൻ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ കാണിച്ച് അല്പം ചിരിപ്പിച്ചു തുടങ്ങി കഴിയുമ്പോൾ പതിയെ നമ്മുടെ ആശാൻ്റെ എൻട്രി വരും. അതോടെ പടം കൂടുതൽ രസകരമാവും. ശോഭിതിലേൻ്റെ സീനുകളൊക്കെ വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്, അതിൻ്റെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഇന്ദ്രൻസിൻ്റെയും ജോമോൻ്റെയും കോമഡി ആൻഡ് ഇമോഷണൽ സീനുകളിൽ അവരെടുത്തിട്ടുള്ള എഫേർട്ട് അതാണ് നമുക്ക് തിയേറ്ററിലിരുന്ന് പൊട്ടിച്ചിരിക്കാനും കണ്ണ് നനയാനൊക്കെ സാധിക്കുന്നത്. അതൊന്നും ഒരിടത്തും മോശമായിട്ടുമില്ല, ഓവറാക്കിയിട്ടുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം അവർ പറയാൻ ഉദ്ദേശിച്ചൊരു സംഭവമുണ്ട്. അത് വളരെ നന്നായിട്ടുള്ള ഒരു സംഭവമാണ്. അത് വളരെ നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഒരു സാമൂഹികമായ കാര്യം കൂടി അവിടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും ഈ പടത്തിനെ പറ്റിയിട്ട് പറയാൻ ഞാൻ ആളല്ല. ഇത് നല്ലൊരു ക്ലാസ് പടമാണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാലും കണ്ട് രസിക്കാവുന്ന തരം കോമഡികളാണ് ഇതിലേത്. ഒപ്പം ഇമോഷണൽ സീനുകൾ എന്ന് വെച്ചാൽ നമ്മളെ അത്രമേൽ സ്വാധീനിക്കുന്ന ഇമോഷണൽ സീനുകളാണ്. കണ്ണ് നിറഞ്ഞ സീനുകളും ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ലൊരു ഫീൽ ഗുഡ് മൂവി, നല്ലൊരു ഇമോഷണൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന മൂവി, നല്ല പെർഫോമൻസും നല്ല സോങ്സും ഉള്ള നല്ലൊരു പാക്കാണ്. സാധിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ് ആണ്. ഗപ്പിക്കും അമ്പിളിക്കും ശേഷം ആളെടുക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഇടയിൽ രോമാഞ്ചം പ്രൊഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അണിയറ പ്രവർത്തകരും വളരെ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.